അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ മൂന്നാമത്തെ പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇടിമേക്കൽ ഏകദേശം എത്താനായിട്ടുണ്ട്. രാമനാട്ടുകര ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തിരികെ നമുക്ക് ഇങ്ങോട്ട് പോരണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ബൈപ്പാസിൻ്റെ അവിടേക്ക് ഇപ്പോൾ വേഗത്തിൽ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും, ഈ ഭാഗത്തൊക്കെ റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടും സ്ഥലങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചതായിട്ട് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഭാഗത്തൊക്കെ വളരെ പെട്ടെന്നാണ് റോഡിൻ്റെ പണി നടക്കുന്നത്. JCB വെച്ച് വളരെ സ്പീഡിലാണ് എല്ലാം ക്ലീൻ ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഇടിമുഴിക്കൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ചേലാമ്പ്ര അങ്ങനെ പോയിട്ട് വേഗം രാമനാട്ടുകര ബൈപ്പാസിലെത്തണം. അവിടെ നമുക്ക് തിരിക്കണം. ഇവിടെ റോഡിൻ്റെ അധികൃതർ തന്നെയാണ് ഈ ഇതൊക്കെ നീക്കുന്നത്. മരമൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാനുണ്ടാവും. അപ്പോൾ നമ്മൾ ബൈപ്പാസിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിക്കുകയാണ് ഇവിടുന്ന്. ഇനി നമ്മൾ ഇവിടുന്ന് വളരെ വേഗത്തിലായിരിക്കും പോവുക. ഇനി നമുക്ക് കാണാനുള്ളത്, ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് 2 സ്ഥലങ്ങളാണ്. അതായത് ഒന്ന് ഇടിമുഴിക്കൽ ഭാഗത്തുള്ള ഈ റോഡിന് വേണ്ടി ഈ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള സിമൻറ്റ്, മെറ്റൽ. അപ്പോൾ ആ ഗോഡൗൺ അവിടുത്തെ സാഹചര്യമൊക്കെ നമുക്കൊന്ന് നോക്കാം. JCB കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി പണിയെടുക്കുന്ന ഒരുപാട് സംഗതികൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് എത്രയും പെട്ടെന്ന് പോകാം. അതുപോലെ തന്നെ വെന്നിയൂർ പറമ്പിലും അതുപോലെ തന്നെ ഇടിമുഴിക്കൽ ഭാഗത്താണുള്ളത്. അപ്പോൾ ഇനി വളരെ വേഗത്തിലായിരിക്കും അങ്ങോട്ട് പോവുക.
അപ്പോൾ ബൈക്കൊന്ന് സ്പീഡ് കൂട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും റോഡ് പണിക്ക് വേണ്ടി ശേഖരിച്ച് വെച്ചിട്ടുള്ള സിമൻറ്റ്, എംസാൻഡ്, അതുപോലെ തന്നെ മെറ്റൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഈ ഭാഗത്ത് 2-3 സൈഡുകളിലായിട്ടാണ് ഇത് നിക്ഷേപിച്ചിട്ടുള്ളത്. അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ജോലി ചെയ്യുന്നവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള എല്ലാ കിടക്കാനുള്ള സൗകര്യം, അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനുള്ള റൂം കാര്യങ്ങൾ ഇവിടെ എല്ലാം ടെൻറ്റ് കെട്ടിയിട്ട് എല്ലാം ഉള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാകും, ഇവിടെ വളരെ സൗകര്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് വെന്നിയൂപറമ്പ് ഭാഗത്തുള്ളതാണ്. ഇതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ വീഡിയോ ഇപ്പോഴുള്ള വീഡിയോ നമുക്കൊന്ന് അവിടുന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് വേഗത്തിൽ നമ്മൾ വെന്നിയൂപറമ്പ് ആ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ കണ്ട ഭാഗമായതുകൊണ്ട് ഇവിടെ കൂടുതലായിട്ടൊന്നും വീഡിയോ ചെയ്യണില്ല. അപ്പോൾ നമുക്കിനി വെന്നിയൂപറമ്പ് ഭാഗത്തേക്കാണ് സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ കാണാം. അപ്പോൾ കൂരിയാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിലായിരുന്നു, കാരണം നമ്മൾ കണ്ട ഭാഗമായതുകൊണ്ട് ഇനി അവിടെ വീണ്ടും കാണേണ്ടത് ഇതേകാരം. അതുകൊണ്ട് നമ്മൾ ആ ഭാഗം ഇനി കാണിക്കണില്ല. അപ്പോൾ നേരെ വെന്നിയൂപറമ്പ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം.
വെന്നിയൂരിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഇതിൻ്റെ സെൻട്രലിലൂടെ ആയിരുന്നു ഇതിലേക്കുള്ള അകത്തേക്കുള്ള വഴി. ഇപ്പോൾ ഇത് ഈ ഭാഗത്തൂടെ ആക്കിയിട്ടുണ്ട്. ആ ഭാഗം അവർ ക്ലോസ് ചെയ്യും. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ഇപ്പോൾ അത് ക്ലോസ് ചെയ്തിട്ടില്ല. അത് ക്ലോസ് ചെയ്യുന്ന പണിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടാവും. ഇവിടെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. നമ്മൾ ഇടിമുക്കിൽ ആ ഭാഗത്ത് കണ്ടതുപോലെയല്ല. ഇവിടെ നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് കൂടുതൽ മിഷനറി സാധനങ്ങളൊക്കെ ഉള്ളതും ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും. അതിൻ്റെ അകത്ത് തന്നെ വേറൊരു ഗേറ്റ്. അതിൻ്റെ ഉള്ളിൽ അവർക്ക് താമസിക്കാനും എല്ലാ സൗകര്യങ്ങളും ഭക്ഷണമൊക്കെ പാകം ചെയ്യാനും എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇവിടെ കൂടുതൽ ജോലിക്കാരും ഇവിടെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇനി വേറൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. എഡ്രിക്കോട് മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഒരു വീഡിയോ ഉടനെ പ്രതീക്ഷിക്കാം. ഞാൻ ഫോട്ടോ എടുത്തരാം. പറ്റാണ് നല്ല ഫോട്ടോ എടുത്തരാം.